സൗദിയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിനായി കൈകോർത്ത് കേരളം. ഇതുവരെ കേരളം ഒറ്റക്കെട്ടായി പിരിച്ചത് 30 കോടിയിലധികം രൂപയാണ്. ഇനി 3 ദിവസം കൊണ്ട് പിരിക്കേണ്ടത് 4 കോടി രൂപയും. ഇന്നലെ വരെ ഭയങ്കര ടെൻഷൻ ദിവസമാണ്. കാരണം അബ്ദുൾ റഹീമിനെ ജീവനോടെ ഇവിടെ എത്തിക്കാൻ പറ്റും എന്നൊരു ബോധ്യത്തിൽ എത്തിയ ദിവസമാണെന്ന്. കാരണം 27 കോടി രൂപ ആയി കഴിഞ്ഞു. ഇനി എത്ര 8 കോടി രൂപയാണ്, 7 കോടി രൂപയാണ് വേണ്ടത്. ബോച്ചേറ്റി ലക്കി ഡ്രോ ചാലഞ്ചും വെച്ചിട്ടുണ്ട് 15-ാം തീയതി. അപ്പോൾ എന്തായാലും ആവും. പിന്നെ അതിൽ വരുന്ന കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അബ്ദുറഹീമിൻ്റെ ട്രസ്റ്റ് ഫണ്ടിലേക്ക് കൊടുക്കാനാണ് തീരുമാനം. അത് എത്ര കോടി രൂപയാലും കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എനിക്ക് നിങ്ങൾ സഹായിച്ചതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എല്ലാവരോടും നന്ദി. അസ്സലാമലൈക്കും. മകൻ വന്നിട്ട് കണ്ടാൽ മതി അല്ലേ? കാണട്ടെ, എത്രയും പെട്ടെന്ന് എത്തി വരട്ടെ, കാണട്ടെ, കയറട്ടെ, കാണട്ടെ. എന്നിട്ട് ഓന് വന്നിട്ട് നിങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയാനും ഓന് ഞാനും കണ്ട് സന്തോഷം വരട്ടെ. രാഹുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഹുൽ, നോക്കൂ, ബോച്ചെ പറഞ്ഞ് ഒരുപക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൽ കോടികൾ കൂടി ചേരുകയാണ്. 27 കോടിയെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തന്നെ 30 കോടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിൽ കേരളം ഒത്തുചേരുകയാണ്, ഒന്നിക്കുകയാണ് റഹീമിനായി. ഒരുപക്ഷെ 4 ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അല്ലേ? ആര്യ, തീർച്ചയായും വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ വീട്ടുമുറ്റത്താണ് ഉള്ളത്. ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആളുകളെ നോക്കുക. സഹായഹസ്തവുമായി വന്ന ആളുകളാണ്, അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്ന ആളുകളാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ പണപ്പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ലക്ഷ്യത്തിലേക്ക് തൊട്ടരികെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. 34 കോടി രൂപ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തൊട്ടരികെ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അബ്ദുൾ റഹീമിൻ്റെ നിയമസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ ചെയ്തത്. അല്പസമയത്തിനകം തന്നെ നിയമസഹായ സമിതിയുടെ പ്രതിനിധികൾ നമ്മളോട് സംസാരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവസാനം ഒന്നുകൂടി ഈ കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളാണ് പുരോഗമിച്ചു വരുന്നത്. നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്. ഈ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ അത്രയും ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എല്ലാവരും സഹായഹസ്തവുമായി വന്നവരാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അബ്ദുൾ റഹീമിന് വേണ്ടി സഹായം വന്നു. പ്രവാസികൾ ഒത്തുചേർന്നു. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ തുക സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 16 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട അതിൽ മറ്റു നടപടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 34 കോടി രൂപയുടെ മോചനദ്രവ്യം എന്നൊരു ഉപാധി വരുന്നത്. അതിനുവേണ്ടിയാണ് പിന്നീടുള്ള ഈ നടപടികൾ. നമ്മൾ അത്യന്തം സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ പോവുകയാണ്. ഇവരൊക്കെയാണ് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ആളുകളാണ്. ഇപ്പം എന്താ താൽക്കാലികമായിട്ട് നിർത്താൻ കാരണം? ഏകദേശം ഫണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ താൽക്കാലികമായി അതാണ് നിർത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പൈസ തരാൻ പറ്റാതെ പോവാ അല്ലേ? തരാൻ പറ്റാതെ പോവാണ്. അപ്പോൾ ഏകദേശം ഫണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ അഥവാ കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ നമ്പറിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിളിക്കും. ആ നമ്പറിൽ വാങ്ങിയിട്ട് നമ്മൾ വിളിക്കും. ഫണ്ട് ഏകദേശം നിറഞ്ഞ് നമ്മുടെ നാട് പ്രവാസ ലോകത്ത് നിന്ന് കുറേ പൈസ വരാണ്ട്. അപ്പം ഏകദേശം ഫണ്ട് നിറഞ്ഞു കഴിഞ്ഞ് ഒരു രക്ഷയില്ല. നമ്മുടെ നാട് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ റഹീമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് 34 കോടി വല്ലാത്തൊരു അത്ഭുതം തന്നെ. അത് പൈസ നിറഞ്ഞിട്ട് വാങ്ങാൻ കഴിയണില്ല. അതാണ് ഇവിടെ വിശ്രമമില്ലാതെ ഇവിടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ടുണ്ടായ ആളുകളല്ലേ? എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പോൾ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിൻ്റെ വലിയൊരു ഹിമാലയ ടാസ്ക് എടുത്ത് അത് വളരെ നിസാരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ദിവസം മുമ്പ് അത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല. ഈ നാട് മൊത്തം ഇനിയിപ്പോൾ അവൻ വന്നാൽ ചിലപ്പോൾ ഈ ഏരിയയിൽ ഏറ്റവും വലിയൊരു ഉത്സവമാണ് വന്ന്. ഇതിലേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം പ്രത്യേകിച്ച് ഇതിൽ ബേബി ചമ്മന്നൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക സാന്നിധ്യം വലിയൊരു പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്. പിന്നെ നിങ്ങളെ മീഡിയാസിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തികയില്ല. ശരി. സന്തോഷമാണ്, എന്തൊരു അഭിമാനമാണ് കേൾക്കുമ്പോൾ. എന്താണ് കേരളം എന്ന് നമ്മൾ ഈ ഇതിലൂടെ തന്നെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. കാരണം ഫണ്ട് കൊടുക്കാൻ വേണ്ടി, പണം കൊടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റഹീമിന്റെ വീട്ടിലേക്ക്. പക്ഷെ സ്വീകരിക്കാൻ കഴിയാതെ നിർത്തി അവരോട് മടങ്ങിപ്പോയിക്കോളാൻ പറയേണ്ട സ്ഥിതി. ദ റിയൽ കേരള സ്റ്റോറി ഇതൊക്കെ തന്നെയാണ്.